ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 72ാമത്തെ ദശകം നോക്കാം. അക്രൂരാഗമനം. ഒന്നാമത്തെ ശ്ലോകം. कंसोऽधनारदगिरा व्रजवासिनं त्वाम् आगर्ण्यदीर्णहृदय स तु गान्धिनेयम् आहूय कार्मुकमखज्जलदो भवन्तम् ആനേതുമേനമഹിനോ ദഹിനാഥശായിൻ. പദം മുറിച്ച് പറയാം. കംസഃ അഥ കംസോധ നാരദഗിര വ്രജവാസിനം ത്വാമാകർണ്യ തീർണഹൃദയഃ സ തു ഗാന്ധിനേയം ആഹൂയ കാർമുകമഖജ്ജലതഃ ഭവന്തം ആനേതും ഏനം അഹിനോദ് അഹിനാഥശായിൻ. ഭവന്തമാനേതുമേനം അഹിനോദഹിനാഥശായിൻ. അഹിനാഥശായിൻ ശേഷശായിയായ ഭഗവാനെ. അഥ പിന്നീട് സഹ കംസഹ തു ആ കംസനാകട്ടെ നാരദന്റെ വാക്കിനാൽ ത്വാം വ്രജവാസിനം ആകർണ്യ അങ്ങ് അമ്പാടിയിൽ വസിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് എന്ന് കേട്ടിട്ട് ദീർണഹൃദയ തകർന്ന ഹൃദയത്തോടു കൂടിയിട്ട് ഗാന്ധിനേയം ആഹൂയ അക്രൂരനെ വിളിച്ചു വരുത്തിയിട്ട് കാർമുകമഖ എന്ന് പറയുമ്പോൾ ധനുർയാഗം ചലത വ്യാജേന. അപ്പോൾ ആ ധനുർയാഗത്തിന് എന്ന വ്യാജേന ഭവന്തം ആനേതും അങ്ങയെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് ഏനം അഹിനോദ് ഈ അക്രൂരനെ പറഞ്ഞയച്ചു. അപ്പോൾ നാരദഗിര ത്വാം വ്രജവാസിനം ആകർണ്യ അങ്ങ് അമ്പാടിയിൽ വസിക്കുന്നു എന്ന് നാരദ മഹർഷി പറഞ്ഞത് കേട്ടിട്ട് എന്ന് പറയുമ്പോൾ അശരീരി അനുസരിച്ച് വസുദേവരുടെ 8ാമത്തെ പുത്രൻ കൃഷ്ണൻ അത് തൻ്റെ അന്തകനാണ്. ആ അന്തകനായ കൃഷ്ണൻ നന്ദഗൃഹത്തിൽ വളരുന്നുണ്ട് എന്നൊക്കെ ആ നാരദ മഹർഷിയിൽ നിന്ന് മനസ്സിലാക്കിയ കംസൻ ഭയം കൊണ്ട് വിറച്ചു എന്നാണ്. അപ്പോൾ തകർന്ന ഹൃദയത്തോടെ അക്രൂരരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, അവിടുന്ന് നന്ദവ്രജത്തിലൊന്ന് പോകണം, അവിടെ പോയിട്ട് രാമകൃഷ്ണന്മാരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം, അത് വധിക്കാനാണ് കൊണ്ടുവരുന്നത്. എന്നാലും അതൊന്നും അവരോട് പറയണ്ട, അവരോട് എന്താണ് പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. രാജാവ് ഒരു ധനുർയാഗം നടത്തുന്നുണ്ട്, അപ്പോൾ ഒരു ഉത്സവമായിട്ടാണ് അത് നടത്തണത്, അപ്പോൾ അതിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് വേണം അവരെ കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പം അങ്ങനെ ഭവന്തമാനേതും ഏനം അഹിനോദ് അങ്ങയെ വിളിച്ചു കൊണ്ടുവരാനായിട്ട് അക്രൂരരെ പറഞ്ഞയച്ചു. ഇനി 2ാമത്തെ ശ്ലോകം. അക്രൂര ഏഷ ഭവദംഘ്രിപരസ്ഥിരായ ത്വദർശനാക്ഷമമനാക്ഷിതിപാലഭീത്യാ തസ്യാജ്ഞയൈവ പുനരീക്ഷിതുമുദ്യതസ്ത്വാം ആനന്ദഭാരമതിഭൂരിതരം ബഭാര. പദം മുറിച്ച് പറയാം. അക്രൂര ഏഷ ഭവത് അംഘ്രിപരഃ ചിരായ ഭവദംഘ്രിപരസ്ഥിരായ ത്വദർശനാക്ഷമമനാഃ ക്ഷിതിപാലഭീത്യാ തസ്യ ആജ്ഞയൈവ പുനഃ ഈക്ഷിതും ഉദ്യതഃ ത്വാം ആനന്ദഭാരം അതിഭൂരിതരം. പുനരീക്ഷിതുമുദ്യതസ്ത്വാം ആനന്ദഭാരം അതിഭൂരിതരം ബഭാര. ചിരായ വളരെ കാലമായിട്ട് ഭവത് അംഘ്രിപരഃ അങ്ങയുടെ പാദഭക്തനും ക്ഷിതിപാല എന്ന് പറയുമ്പോൾ രാജാവ് എന്ന് പറയുമ്പോൾ കംസൻ, ആ കംസനെ ഭീത്യ ഭയന്നിട്ട് ത്വത് ദർശന അക്ഷമമനാഹ അങ്ങയെ വന്ന് കാണാനായിട്ട് മനഃശക്തി ഇല്ലാത്തവനായിട്ട് പുനഃ പിന്നീട് തസ്യ ആജ്ഞയ ആ തസ്യ എന്ന് പറയുമ്പോൾ ആ കംസന്റെ ആജ്ഞയനുസരിച്ച് തന്നെ കംസന്റെ ആജ്ഞയനുസരിച്ച് തന്നെ
എന്ന് പറയുമ്പോൾ ആ കംസനെ പേടിച്ചിട്ട് ഇത്രയും കാലം രാജാവിനെ കാണാനുള്ള ശക്തി ധൈര്യം ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ അതാ കംസൻ്റെ ആജ്ഞ കിട്ടിയിട്ട് തന്നെ ത്വാം ദ്രഷ്ടും ഉദ്യതഃ, അങ്ങയെ കാണുവാൻ പുറപ്പെട്ട ഏഷഃ അക്രൂരഃ, ഈ അക്രൂരൻ അതിഭൂരിതരം ആനന്ദഭാരം ബഭാര, അത്യധികം ആനന്ദത്തെ വഹിച്ചു എന്ന് പറയുമ്പോൾ വളരെയേറെ കാലമായിട്ട് അക്രൂരർ ഭഗവാന്റെ ഭക്തനാണ്. എന്നാൽ കംസനെ ഭയന്നിട്ട് കൃഷ്ണനെ വന്ന് കാണാനുള്ള ധൈര്യമില്ലാതെ അങ്ങനെ ദുഃഖിച്ച് കഴിയായിരുന്നു. ഇപ്പം ആ കംസൻ തന്നെ ആജ്ഞാപിച്ചിരിക്കുകയാണ് ഭഗവാന്റെ അടുത്തൊന്ന് പോയി ഭഗവാനെ കാണണമെന്ന്. അപ്പോൾ അങ്ങനെ അതിഭൂരിതര ആനന്ദഭാരം ബഭാര, ആ അക്രൂരൻ അത്യധികം ആനന്ദത്തെ പ്രാപിച്ചു. ഇനി മൂന്നാമത്തെ ശ്ലോകം. സോയം രഥേന സുഹൃതി ഭവതോ നിവാസം ഗച്ഛൻ മനോരഥഗണാം സ്ത്വയി ധാര്യമാണാൻ ആസ്വാദയൻ മുഹുരഭായ ഭയേന ദൈവം സംപ്രാർത്ഥയൻ പതിന കിഞ്ചിദപി വ്യജാനാത്. പദമുറിച്ച് പറയാം. സഹ അയം സോയം രഥേന സുഹൃതി ഭവതഃ നിവാസം ഗച്ഛൻ മനോരഥഗണാൻ ത്വയി മനോരഥഗണാം സ്ത്വയി ധാര്യമാണാൻ ആസ്വാദയൻ മുഹുഹു അപായഭയേന മുഹുരപായഭയേന ദൈവം സംപ്രാർത്ഥയൻ പഥി ന കിഞ്ചിദപി വ്യജാനാത്. രഥേന രഥത്തിൽ കയറിയിട്ട് ഭവതഃ നിവാസം ഗച്ഛൻ, ഗുരുവായൂരപ്പ അങ്ങയുടെ വാസസ്ഥാനത്തേക്ക് പോകുന്ന സുഹൃതി സഹ അയം, സുഹൃതിയായ ആ പുണ്യശാലിയായ ആ അക്രൂരൻ ത്വയി ധാര്യമാണാൻ മനോരഥഗണാൻ, അങ്ങയെ സംബന്ധിച്ചിട്ടുള്ള അഭിലാഷങ്ങളെ മുഹുഹു വീണ്ടും വീണ്ടും ആസ്വാദയൻ, മനസ്സുകൊണ്ട് ആസ്വദിച്ചിട്ടും അപായഭയേന വിഘ്നങ്ങൾ വന്നു ചേരുമോ എന്ന ഭയം കൊണ്ട് ദൈവം സംപ്രാർത്ഥയൻ ഈശ്വരനോട് വേണ്ടതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടും പതി കിഞ്ചിതപി ന വ്യജാനാത്, വഴിക്ക് ഒന്നും തന്നെ അറിഞ്ഞില്ല. അങ്ങനെ കംസന്റെ അനുമതിയോടെ തേരിൽ കയറിയിട്ട് ഭഗവാന്റെ വാസസ്ഥലത്തേക്ക് അങ്ങനെ പോകുന്ന സുഹൃതിയായ ആക്രൂരൻ അങ്ങയെക്കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്ന അനേകം അഭിലാഷങ്ങളെ വീണ്ടും വീണ്ടും അങ്ങനെ കൂട്ടിയും കുറച്ചും അങ്ങനെ മനസ്സ് ആസ്വദിച്ചുകൊണ്ട് അപായഭയം കൊണ്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാകുമോ എന്ന് ഭയന്നുകൊണ്ട് ആ തടസ്സങ്ങളൊക്കെ നീക്കിത്തരാൻ വേണ്ടിയിട്ട് ഈശ്വരനോട് നല്ലതുപോലെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈശ്വരചിന്തയിൽ തന്നെ മുഴുകിയിരുന്നത് കൊണ്ട് കുറേ ദൂരം കടന്നുപോയി ആ രഥം കടന്നുപോയത് അക്രൂരൻ അറിഞ്ഞതേയില്ല. അടുത്തത് നാലാമത്തെ ശ്ലോകം. ദ്രക്ഷ്യാമി വേദശതഗീതഗതിം പുമാംസം സ്പൃക്ഷ്യാമി കിംസിദപി നാമ പരിഷ്വജേയ കിം വക്ഷ്യതേ സഖലു മാം കൊന്നു വീക്ഷിത സ്യാത് ഇത്തം നിനായ സഭവന്മയമേവ മാർഗം. പദമുറിച്ച് പറയാം. ദ്രക്ഷ്യാമി വേദശതഗീതഗതിം പുമാംസം സ്പൃക്ഷ്യാമി കിംസിദപി നാമ പരിഷ്വജേയ കിം വക്ഷ്യതേ സ ഖലു മാം ക്വ नु വീക്ഷിതഃ സ്യാദിത്തം നിനായ സ ഭവന്മയമേവ മാർഗം. വേദശതഗീതഗതിം, അനേകം വേദങ്ങളാൽ പ്രകീർത്തിക്കപ്പെട്ട പുമാംസം പ്രാപ്യസ്ഥാനമായ കിംസിത് ദ്രക്ഷ്യാമി, എനിക്ക് ദർശിക്കാൻ സാധിക്കുമോ? അതുപോലെ സ്പൃക്ഷ്യാമി, സ്പർശിക്കുവാൻ സാധിക്കുമോ? അതുപോലെ പരിഷ്വജേയ, ഒന്ന് വാരിപ്പുണരാൻ സാധിക്കുമോ? അപ്പം എന്താണ്? അനേകം വേദങ്ങളാൽ പ്രകീർത്തിക്കപ്പെട്ട പ്രാപ്യസ്ഥാനമായ പരമപുരുഷനെ എനിക്ക് ഒന്ന് ദർശിക്കാൻ കഴിയുമോ? അതുപോലെ ഒന്ന്
സ്പർശിക്കാൻ കഴിയുമോ, അതുപോലെ ഒന്ന് കെട്ടിപ്പുണരാൻ കഴിയുമോ എന്നൊക്കെ അക്രൂരൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇനിയുണ്ട് സകലുമാം കിം വക്ഷ്യതേ, അവിടുന്ന് എന്നോട് എന്താണ് പറയുക, എന്നെ കാണുമ്പോൾ എന്താണ് എന്നോട് പറയുക. അതുപോലെ കൊന്നു വീക്ഷിത സ്യാത്, എവിടെ വെച്ചാണ് ഭഗവാനെ ഒന്ന് കാണാൻ സാധിക്കുക. ശൈത്തം മാർഗം ഭവന്മയം ഏവ നിനായ, അക്രൂരൻ ഇപ്രകാരം മാർഗത്തെ നിന്തിരുവടിയിൽ മുഴുകിക്കൊണ്ട് തന്നെ പിന്നിട്ടു. നൂറുകണക്കിന് വേദവാക്യങ്ങളാൽ കീർത്തിക്കപ്പെട്ടിട്ടുള്ള സകല ജീവാത്മാക്കളുടെയും പ്രാപ്യസ്ഥാനമായ ആ പരമപുരുഷനെ കിംസിത് ദ്രക്ഷ്യാമി, എനിക്കൊന്ന് കാണാൻ സാധിക്കുമോ, സ്പൃക്ഷ്യാമി, ഒന്ന് സ്പർശിക്കാൻ സാധിക്കുമോ, വാരി പുണരാൻ സാധിക്കുമോ, ഭഗവാനെ കാണുമ്പോൾ ഞാൻ എന്താണ് പറയുക, എന്നോട് ഭഗവാൻ എന്താണ് പറയുക, ഇനിയിപ്പോൾ എവിടെ വെച്ചാണ് ഒന്ന് കാണാൻ സാധിക്കുക. സയിത്തം മാർഗം ഭവന്മയമേവ നിനായ, ഇങ്ങനെ ഭഗവാനെ കുറിച്ച് തന്നെ ചിന്തിച്ച് കുറേ ദൂരം അങ്ങനെ പിന്നിട്ടു. ഇനി 5-ാമത്തെ ശ്ലോകം. ഭൂയക്രമാദഭിവിശൻ ഭവദംഘ്രിപൂതം വൃന്ദാവനം ഹരവിരിഞ്ച സുരാഭിവന്ദ്യം ആനന്ദമഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ കിം കിം ദശാന്തരമവാപന പങ്കജാക്ഷ. പദമുറിച്ച് പറയാം. ഭൂയഃ ക്രമാത് അഭിവിശൻ, ക്രമാദഭിവിശൻ, ഭവത് അംഘ്രിപൂതം വൃന്ദാവനം ഹരവിരിഞ്ച സുരാഭിവന്ദ്യം ആനന്ദമഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ കിം കിം ദശാന്തരമവാപ ന പങ്കജാക്ഷ. ഹേ പങ്കജാക്ഷ, അലയോ താമരക്കണ്ണ, ഭൂയഃ വീണ്ടും എന്ന് പറയുമ്പോൾ അനന്തരം, ക്രമാത് ക്രമത്തിൽ, ഭവത് അംഘ്രിപൂതം അങ്ങയുടെ തൃപ്പാദങ്ങളാൽ പൂതം പരിശുദ്ധവും, അതുപോലെ തന്നെ ഹരവിരിഞ്ച സുരാഭിവന്ദ്യം ശിവൻ ബ്രഹ്മാവ് മറ്റു ദേവന്മാർ ഇവരാലൊക്കെ വന്ദിക്കപ്പെടുന്നതും വന്ദനീയവും ആയ വൃന്ദാവനം അഭിവിശൻ, ആ വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുന്ന അക്രൂരൻ ആനന്ദമഗ്ന ഇവ ആനന്ദത്തിൽ മുഴുകിയവനെ പോലെയും, അതുപോലെ പ്രമോഹേ ലഗ്നഹ ഇവ മോഹാലസ്യത്തിൽ പെട്ടവനെ പോലെയും, കിം കിം ദശാന്തരം ന അവാപ എന്തെന്ത് അവസ്ഥാവിശേഷത്തെ പ്രാപിച്ചില്ല. ഇപ്പം ഇവിടെ മേൽപ്പത്തൂർ പറയുകയാണ്, ഗുരുവായൂരപ്പ അനന്തരം ആ അക്രൂരൻ ഭഗവാന്റെ തൃപ്പാദങ്ങളെ പരിശുദ്ധമായതും ശിവൻ ബ്രഹ്മാവ് മറ്റ് ദേവന്മാർ എന്നിവരാൽ വന്ദിക്കപ്പെടുന്നതും ആയ ആ വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആനന്ദമഗ്നഹ ഇവ ആനന്ദത്തിൽ മുഴുകിയവനെ പോലെയും മോഹാലസ്യപ്പെട്ടവനെ പോലെയും എന്തെന്ത് അവസ്ഥാവിശേഷങ്ങളെ പ്രാപിച്ചില്ല. അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ച് എന്തെന്ത് അവസ്ഥാവിശേഷങ്ങളാണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇനി 6-ാമത്തെ ശ്ലോകം. പശ്യന്നവന്ദത ഭവദ്ഭിഹൃദി സ്ഥലാനി പാംസുഷ്വേഷ്ടദഭവച്ചരണാങ്കിതേഷു കിം ബ്രൂമഹേ ബഹുജനാ ഹി തദാഭിജാതാ ഏവം തു ഭക്തിതരളാ വിരളാഃ പരാത്മൻ. പദമുറിച്ച് പറയാം. പശ്യൻ അവന്തത ഭവത് വിഹൃതി സ്ഥലാനി പാംസുഷു അവേഷ്ടത ഭവത് ചരണ അങ്കിതേഷു കിം ബ്രൂമഹേ ബഹുജന ഹി തദാപി ജാതാ ഏവം തു ഭക്തിതരള വിരളാഃ പരാത്മൻ. ഭവത് വിഹൃതി സ്ഥലാനി, ആ അക്രൂരൻ
ഭവത് അങ്ങ് ഭഗവാനെ അവിടുന്ന് കളിച്ചു നടന്ന സ്ഥലാനി ആ സ്ഥലങ്ങളെ പശ്യൻ കണ്ടപ്പോൾ അവന്തത വന്ദിച്ചു. ഭവച്ചരണാങ്കിതേഷു ഭവത് ചരണ അങ്കിതേഷു അങ്ങയുടെ ചരണം ആ തൃപ്പാദങ്ങൾ അങ്കിതേഷു പതിഞ്ഞ പാംസുഷു ആ പൊടിമണ്ണിൽ അവേഷ്ടത വീണ് ഉരുണ്ടു. കിം ബ്രൂമഹേ പരാത്മൻ പരമാനന്ദമൂർത്തെ പരബ്രഹ്മമൂർത്തെ പരാത്മൻ കിം ബ്രൂമഹേ ഞാൻ എന്താണ് പറയേണ്ടത്. തഥാ അഭി അക്കാലത്തും ബഹുജനാഹ ജാതാഹ അനേകം ജനങ്ങളുണ്ടായിരുന്നു. തു എന്നാൽ ഏവം ഭക്തിതരളാഹ വിരളാഹ ഇപ്രകാരം ഭക്തിവിവശന്മാരായിട്ടുള്ളവർ വിരളാഹ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ച ആ ക്രൂരൻ കൃഷ്ണൻ കളിച്ച് നടന്ന സ്ഥലങ്ങളെയെല്ലാം വന്ദിച്ചു. അതുപോലെ ആ ഭൂമിയിൽ പതിഞ്ഞിരിക്കുന്ന കൃഷ്ണൻ്റെ കാലടികൾ കണ്ടു. താമര, യവം, അങ്കുശം എന്നീ രേഖകൾ ഭഗവത് പാദത്തിലല്ലാതെ മറ്റെവിടെയും കാണില്ല. അപ്പം എന്ന് അക്രൂരർക്ക് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആ അക്രൂരൻ കണ്ട ആ കാലടികളിൽ ഈ രേഖകൾ ഉണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ തേരിൽ നിന്ന് ചാടിയിറങ്ങിയിട്ട് ആ കാലടിപ്പാടുകളിൽ ഉണ്ടായിരുന്ന പൊടികളിൽ അക്രൂരൻ ആ കാലടിപ്പാടുകൾ ഉണ്ടായിരുന്ന ആ പൊടിയിൽ അക്രൂരൻ എല്ലാം മറന്ന് കിടന്ന് ഉരുണ്ടു എന്നാണ്. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂർ പറയാണ് അക്കാലത്തും ജനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു, എന്നാലും ഇതുപോലെ ഭക്തിയുള്ളവർ വളരെ കുറവായിരുന്നു. അടുത്തത് 7ാമത്തെ ശ്ലോകം. സായം സഗോപഭവനാനി ഭവച്ചരിത്രഗീതാമൃതപ്രസൃതകർണരസായനാനി പശ്യൻ പ്രമോദസരിദേവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവദ്ഭവനസന്നിധിമന്വയാസീത്. പദമുറിച്ച് പറയാം. സായം സ ഗോപഭവനാനി ഭവത് ചരിത്രഗീതാമൃത പ്രസൃത കർണരസായനാനി പശ്യൻ പ്രമോദസരിദേവ കില കിലോഹ്യമാനഃ ഗച്ഛൻ ഭവത് ഭവനസന്നിധിം അന്വയാസീത് ഭവദ്ഭവനസന്നിധിമന്വയാസീത്. സഹ ആ ക്രൂരൻ ഭവച്ചരിത്രഗീതാമൃത അങ്ങയുടെ ചരിതാമൃതത്തിൻ്റെ പ്രവാഹമാകുന്ന കർണരസായനാനി കർണരസായനം ഒഴുകുന്ന ഗോപഭവനാനി പശ്യൻ ഗോപഗൃഹങ്ങളെ ദർശിച്ചുകൊണ്ട് പ്രമോദസരിത ആനന്ദനദിയിൽ ഉഹ്യമാനഃ ഇവ ഒഴുകിപ്പോകുന്നവനോ എന്നതുപോലെ ഗച്ഛൻ നടന്നിട്ട് സായം സന്ധ്യനേരത്ത് ഭവദ്ഭവന സന്നിധിം അങ്ങയുടെ ഗൃഹത്തിന് സമീപത്ത് അന്വയാസീത് എത്തിച്ചേർന്നു. ഗുരുവായൂരപ്പ പിന്നീട് അക്രൂരൻ സദാസമയവും അങ്ങയെക്കുറിച്ചുള്ള കർണാമൃതമായ കീർത്തനങ്ങൾ ഒഴുകി വരുന്ന ആ ഗോപഗൃഹങ്ങളെ കണ്ടിട്ട് ആനന്ദമാകുന്ന നദിയുടെ ഒഴുക്കിൽപ്പെട്ട് ദിക്കറിയാതെ ഒഴുകുന്നവനാണോ എന്ന് തോന്നും വിധത്തിൽ സന്ധ്യനേരത്ത് ആ ഗൃഹങ്ങളുടെ ഇടയിലൂടെ ഭഗവാന്റെ ഗൃഹത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. അടുത്തത് 8ാമത്തെ ശ്ലോകം. താവദ്ദർശ പശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം ഭൂമൻ പവന്തമയമഗ്രജവന്തമന്തർബ്രഹ്മാനുഭൂതിരസസിന്ധുമിവ ഉദ്വമന്തം. പദമുറിച്ച് പറയാം. താവത് ദദർശ പശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം ഭൂമൻ ഭവന്തം അയം
അന്തർ ബ്രഹ്മാനുഭൂതി രസസിന്ധും ഇവ ഉദ്വമന്തം ഭവന്തമയമഗ്രജവന്തമന്തർ ബ്രഹ്മാനുഭൂതി രസസിന്ധുമിവോദ്വമന്തം. ഭൂമൻ എങ്ങും നിറഞ്ഞു വിളങ്ങുന്ന ഭഗവാനെ താവത്. അപ്പോൾ അയം ഈ അക്രൂരൻ പശുദോഹ വിലോക ലോലം പശുവിനെ കറക്കുന്നത് നോക്കി കാണാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന, അത്യധികം ആഗ്രഹിച്ചുകൊണ്ട് കൗതുകത്തോടെ നിൽക്കുന്ന ഭക്തോത്തമ ആഗതി പരമഭക്തനായ അക്രൂരൻ്റെ ആഗമനം പ്രതിപാലയന്തം ഇവ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനോ എന്ന് തോന്നും വിധത്തിൽ, ഇവ എന്ന് പറയുമ്പോൾ എന്ന് തോന്നും വിധത്തിൽ അന്തർബ്രഹ്മാനുഭൂതി രസസിന്ധും ഉദ്വമന്തം ഇവ. ഉള്ളില് അന്തർ എന്ന് പറയുമ്പോൾ ഉള്ളില് ബ്രഹ്മാനുഭൂതി നിറഞ്ഞു കഴിഞ്ഞ ആ ബ്രഹ്മ ആസ്വാദന രസസിന്ധു, ആസ്വാദന രസത്തിൻ്റെ സിന്ധു സമുദ്രം, ആ സമുദ്രത്തെ ഉദ്വമന്തം ഇവ പുറത്ത് പ്രകാശിക്കുന്നവനാണോ എന്ന് തോന്നും വിധത്തിൽ അഗ്രജവന്തം ഭവന്തം ബലരാമസഹിതനായ ഭവന്തം അങ്ങയെ ദർശിച്ചു. അപ്പം അങ്ങനെ അക്രൂരർ അവിടെ എത്തുമ്പോൾ, കൃഷ്ണൻ്റെ ആ ഗൃഹത്തിലെത്തുമ്പോൾ ഭക്തോത്തമനായ അക്രൂരൻ്റെ വരവും കാത്ത് നിൽക്കുകയാണോ എന്ന് തോന്നും വിധത്തിൽ പശുവിനെ കറക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കൃഷ്ണൻ. അപ്പോൾ അക്രൂരനെ കണ്ടപ്പോൾ രാമകൃഷ്ണന്മാർ രണ്ടുപേരും കൂടി അങ്ങോട്ട് നോക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അങ്ങനെ നോക്കിയപ്പോൾ അന്തർ ബ്രഹ്മാനുഭൂതി രസസിന്ധും ഉദ്വമന്തം ഇവ, അക്രൂരൻ്റെ ഉള്ളിൽ വളരെ കാലമായി നിറഞ്ഞു തുളുമ്പുന്ന ബ്രഹ്മാനന്ദ രസത്തെ ഭഗവാൻ പുറത്തേക്ക് കൊണ്ടുവരികയാണോ എന്ന് തോന്നും വിധത്തിൽ അക്രൂരരെ നോക്കി എന്നാണ്. അപ്പോൾ നേരത്തെ തന്നെ ബ്രഹ്മാനന്ദ രസം അക്രൂരൻ്റെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഒന്ന് നോക്കിയപ്പോൾ അത് കരകവിഞ്ഞ് ഒഴുകി എന്നാണ്. അപ്പം അങ്ങനെ പശുവിനെ കറക്കുന്നത് നോക്കി നിൽക്കുന്നു എന്ന ഭാവത്തിൽ അക്രൂരൻ്റെ വരവും പ്രതീക്ഷിച്ച് നിൽക്കുകയാണോ എന്ന് തോന്നും വിധത്തിൽ തൻ്റെ നേത്രേന്ദ്രിയങ്ങളിലൂടെ അക്രൂരൻ്റെ അന്ധക്കരണത്തിലേക്ക് കടന്ന് ഉള്ളിലുള്ള ബ്രഹ്മാനന്ദരസത്തെ പുറത്തെടുക്കുന്നത് പോലെ അക്രൂരനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ബലരാമസഹിതനായ അങ്ങയെ ഗുരുവായൂരപ്പ അക്രൂരര് കണ്ടു. അടുത്തത് 9ാമത്തെ ശ്ലോകം. സായന്തനാപ്ലവവിശേഷവിവിക്തഗാത്രൗ ദ്വൗ പീതനീലരുചിരാംബരലോഭനീയൗ നാദിപ്രപഞ്ചധൃതഭൂഷണചാരുവേഷൗ മന്ദസ്മിതാർദ്രവതനൗ സ യുവാം ദദർശ. പദമുറിച്ച് പറയാം. സായന്തന ആപ്ലവ വിശേഷ വിവിക്ത ഗാത്രൗ ദ്വൗ പീതനീല രുചിര അംബര ലോഭനീയൗ പീതനീല രുചിരാംബര ലോഭനീയൗ ന അതിപ്രപഞ്ച ധൃതഭൂഷണ നാദിപ്രപഞ്ചധൃതഭൂഷണ ചാരുവേഷൗ മന്ദസ്മിത ആർദ്രവദനൗ സ യുവാം ദദർശ. സായന്തന ആപ്ലവ എന്ന് പറയുമ്പോൾ സന്ധ്യയ്ക്കുള്ള സ്നാനം, സന്ധ്യയിലെ സ്നാനം കൊണ്ട് അത്യന്ത വിശേഷ എന്ന് പറയുമ്പോൾ അത്യന്ത വിവിക്ത നിർമ്മലമായ ഗാത്രവും ശരീരത്തോട് കൂടിയവരും പീത നീല രുചിര അംബര എന്ന് പറയുമ്പോൾ മഞ്ഞപ്പട്ടും നീലപ്പട്ടും അണിഞ്ഞതുകൊണ്ട് ലോഭനീയവും അതിസുന്ദരന്മാരും, അതുപോലെ തന്നെ അതിപ്രപഞ്ചമല്ലാത്തത് എന്ന് പറയുമ്പോൾ അധികം ഒന്നുമില്ല, ആവശ്യത്തിന് എന്നർത്ഥം. അതിപ്രപഞ്ചധൃത അതായത് വളരെ കുറച്ചു മാത്രം ആഭരണങ്ങൾ ധരിച്ച് ചാരുവേഷവും ആ സുന്ദര രൂപത്തെ പ്രാപിച്ചവരുമായ, സുന്ദര രൂപം പൂണ്ടവരുമായ, അതുപോലെ മന്ദസ്മിത ആർദ്രവദനവും മന്ദസ്മിതം കൊണ്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് പുഞ്ചിരി കൊണ്ട് കുതിർന്ന മുഖമുള്ളവരുമായ മുഖമുള്ളവരുമായ യുവാം സ ദദർശ രാമകൃഷ്ണന്മാരെ, യുവാം എന്ന് വെച്ചാൽ രണ്ടുപേരെയും, രാമകൃഷ്ണന്മാരെ രണ്ടുപേരെയും സഹ ദദർശ ആ അക്രൂരരെ കണ്ടു.
അക്രൂരൻ അങ്ങനെ നോക്കുമ്പോൾ സന്ധ്യ നേരത്ത് കുളിച്ച് ശരീരമൊക്കെ അങ്ങനെ വൃത്തിയാക്കിയിട്ട് മനോഹരമായ മഞ്ഞപ്പട്ടും നീലപ്പട്ടും അണിഞ്ഞ് അതിസുന്ദരന്മാരായ രണ്ടുപേരും വളരെ കുറച്ചു മാത്രം ആഭരണങ്ങൾ അണിഞ്ഞ് മുഖത്ത് ആർദ്രമായൊരു മന്ദഹാസത്തോടുകൂടി അങ്ങനെ നിൽക്കുന്ന രാമകൃഷ്ണന്മാരെ അക്രൂരര് കണ്ടു. ഇനി 10ാമത്തെ ശ്ലോകം. ദൂരാദ്രഥാസമവരുഹ്യ നമന്ദമേനമുത്ഥാപ്യ ഭക്തകുലമൗലിമധോ ബഗൂഹൻ ഹർഷാന്വിതാക്ഷരഗിരാ കുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സബലോധ ഗൃഹാന്നിനേധ. പദം മുറിച്ച് പറയാം. ദൂരാത് രഥാത്, ദൂരാത് രഥാത് സമവരുഹ്യ നമന്തം ഏനം ഉത്ഥാപ്യ, നമന്തമേനം ഉത്ഥാപ്യ ഭക്തകുല മൗലിം അധ ഉപഗൂഹൻ, ഭക്തകുലമൗലിമധോപഗൂഹൻ ഹർഷാത് മിത അക്ഷര ഗിര, ഹർഷാൻമിതാക്ഷര ഗിര കുശല അനുയോഗി, കുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സബലോധ, സബലഃ അധ ഗൃഹാൻ നിനേധ. അധത്വം അനന്തരം അവിടുന്ന് ദൂരാത് രഥാത് സമവരുഹ്യ, അകലെ വെച്ച് തന്നെ തേരിൽ നിന്ന് സമവരുഹ്യ ഇറങ്ങിയിട്ട് നമന്തം നമസ്കരിക്കുന്ന ഭക്തകുലമൗലിം ഏനം, ഭക്തകുലമൗലി എന്ന് പറയുമ്പോൾ ഭക്തന്മാരുടെ വർഗത്തിൻ്റെ കിരീടമായ ആ ഏനം ഉത്ഥാപ്യ, ആ അക്രൂരരെ ഉത്ഥാപ്യ എഴുന്നേൽപ്പിച്ചിട്ട്, പരമഭക്തനായ ആ അക്രൂരനെ എഴുന്നേൽപ്പിച്ചിട്ട് ഹർഷാത് ഉപഗുഹൻ സന്തോഷത്തോടെ, ഹർഷാത് ഉപഗുഹൻ സന്തോഷത്തോടെ പുണർന്ന് കെട്ടിപ്പുണർന്ന് മിതാക്ഷരഗിര, മിത അക്ഷരഗിര വളരെ കുറച്ച് അക്ഷരങ്ങളെ കൊണ്ട് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ചുരുങ്ങിയ വാക്കുകൊണ്ട് കുശലം, കുശല അനുയോഗി കുശലം ചോദിച്ചിട്ട്, കുശലം പറഞ്ഞിട്ട് അഥാ പാണിം പ്രഗൃഹ്യ പിന്നീട് ആ കൈ പിടിച്ചിട്ട് സബലഹ ബലരാമനോട് കൂടിയിട്ട് ഗൃഹാൻ നിനേധ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രണ്ടുപേരും കൂടി ഭഗവാന്റെ 2 കൈയും പിടിച്ചിട്ട് ആ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 11ാമത്തെ ശ്ലോകം. നന്ദേന സാഗമമിതാദരമർച്ചയിത്വാ തം യാദവം തദുദിതാം നിശമയ്യ വാർത്താം ഗോപേഷു ഭൂപതി നിദേശകഥാം നിവേദ്യ നാനാകഥാഭിരിഹതേന നിശാമനൈഷീഃ. പദം മുറിച്ച് പറയാം. നന്ദേന സാഗം അമിത ആദരം അർച്ചയിത്വാ, സാഗം അമിതാദരമർച്ചയിത്വാ തം യാദവം തദ് ഉദിതാം, തദുദിതാം നിശമയ്യ വാർത്താം ഗോപേഷു ഭൂപതി നിർദ്ദേശകഥാം നിവേദ്യ നാനാകഥാഭിഃ ഇഹ, നാനാകഥാഭിരിഹ തേന നിശാം അനൈഷീഃ, നിശാമനൈഷീഃ. തം യാദവം അമിത ആദരം, ആ യാദവനെ, തം യാദവം ആ യാദവനെ അക്രൂരനെ അമിത ആദരം അളവറ്റ ആദരവോടു കൂടിയിട്ട് നന്ദേന സാഗം നന്ദഗോപരും ഒരുമിച്ച് സാഗം അർച്ചയിത്വ പൂജിച്ചിട്ട്, നന്ദേന സാഗം നന്ദഗോപരോട് കൂടിയിട്ട് അർച്ചയിത്വ പൂജിച്ചിട്ട് തത് ഉദിതാം വാർത്താം നിശമയ്യ, ആ അക്രൂരൻ പറഞ്ഞ ആ വാർത്തയെ നിശമയ്യ കേട്ടിട്ട് ഭൂപതി നിദേശകഥാം രാജകൽപ്പന എന്ന് പറയുമ്പോൾ എല്ലാവരും യാഗത്തിന് വരണം എന്ന കൽപ്പനയെ കേട്ടിട്ട് ഗോപേഷു നിവേദ്യ, ആ കൽപ്പനയെ ഭൂപതി നിദേശകഥം രാജാവിൻ്റെ ആ കൽപ്പനയെ ഗോപേഷു നിവേദ്യ ഗോപജനങ്ങളിൽ വിളംബരം ചെയ്തിട്ട്, എന്ന് പറഞ്ഞാൽ ഗോപന്മാരോടൊക്കെ ആ വിളംബരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇഹ തേന നാനാകഥാഭിഃ സ്വഗൃഹത്തിൽ
അക്രൂരനോട് പലതും പറഞ്ഞുകൊണ്ട് നാനാ കഥാഭിഹി തേന അക്രൂരനോട് നാനാ കഥാഭിഹി പലതും പറഞ്ഞുകൊണ്ട് നിശാം അനൈഷിഹി രാത്രി കഴിച്ചുകൂട്ടി. അപ്പോൾ രാജകൽപ്പന എല്ലാ ഗോപജനങ്ങളോടും വിളംബരം ചെയ്തിട്ട് സ്വന്തം ഗൃഹത്തിൽ കൃഷ്ണൻ അക്രൂരനോട് അങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് പല വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് രാത്രി മുഴുവൻ അങ്ങനെ കഴിച്ചുകൂട്ടി. അപ്പോൾ ഇവിടെ നന്ദഗോപരും ഒന്നിച്ച് ആ അക്രൂരനെ അളവറ്റ ആദരവോട് കൂടിയിട്ട് പൂജിച്ച് കംസൻ ധനുർയാഗം നടത്തുന്നുണ്ട്. എല്ലാവരും യാഗത്തിന് വരണം എന്ന രാജകൽപ്പനയെക്കുറിച്ച് ഗോപന്മാരെ എല്ലാം അറിയിച്ചിട്ട് കൃഷ്ണൻ സ്വന്തം ഗൃഹത്തിൽ അക്രൂരനും കുറേ നേരം അക്രൂരനോട് കുറേ നേരം അങ്ങനെ വിശേഷങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ആ കംസൻ്റെ ഉദ്ദേശത്തെ മുഴുവൻ കൃഷ്ണനോട് പറഞ്ഞു എന്നാണ്. അക്രൂരൻ എന്തിനാണ് വന്നത്, എന്തിനാണ് വിളിച്ചു കൊണ്ട് പോകുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ കംസൻ പറഞ്ഞ പോലെയല്ല, അല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ അറിയിച്ചു എന്ന് പറയണം. ഇനി 12ാമത്തെ ശ്ലോകം. ചന്ദ്രാഗൃഹേ കിമുദ ചന്ദ്രഭഗാഗൃഹേനു രാധാഗൃഹേനു ഭവനേ കിമു മൈത്രവിന്ദേ ധൂർത്തോ വിളംബത ഇതി പ്രമദാഭിരുച്ചൈരാശങ്കിതോ നിശിമരുത്പുരനാഥപായാഃ. പദമുറിച്ച് പറയാം. ചന്ദ്രാഗൃഹേ കിമുദ ചന്ദ്രഭഗാഗൃഹേനു രാധാഗൃഹേനു ഭവനേ കിമു മൈത്രവിന്ദേ ധൂർത്തഃ വിളംബത ഇതി പ്രമദാഭിः ഉച്ചൈः ആശങ്കിതഃ പ്രമദാഭിരുച്ചൈരാശങ്കിതഃ നിശി മരുത്പുരനാഥ പായാഃ. ധൂർത്തൻ എന്ന് പറയുമ്പോൾ കൃഷ്ണനെ വഞ്ചകൻ എന്നൊക്കെ പറയാണ്. അപ്പോൾ ചന്ദ്രാഗൃഹേ കിം ചന്ദ്രയുടെ ഗൃഹത്തിലാണോ? അപ്പോൾ ആ രാത്രി അവിടെ കിടന്നുറങ്ങി ഗോപികമാരുടെ അടുത്തേക്ക് പോവാറുള്ളതാണ്. അന്ന് പോയില്ല. അപ്പോൾ പറയാണ്, ഓരോരുത്തരായിട്ട് പറയാണ്, ആ കൃഷ്ണൻ ചന്ദ്രാഗൃഹേക്കും ചന്ദ്രയുടെ ഗൃഹത്തിൽ ആണോ? ഉദ ചന്ദ്രഗോഗൃഹേനു ചന്ദ്രഭഗാഗൃഹേനു ചന്ദ്രഭഗയുടെ ഗൃഹത്തിലാണോ? അതോ ഇനി രാധാഗൃഹേനു രാധയുടെ ഗൃഹത്തിലാണോ? മൈത്രവിന്ദേ അതായത് ഇനിയിപ്പം മിത്രവിന്ദയുടെ ഗൃഹത്തിലാണോ? കിമു വിളംബതേ എന്താ അത്ര താമസിക്കണത്, എന്താ വരാത്തത്? നിശി പ്രമദാഭിഹി ഇതി രാത്രിയിൽ ഗോപസുന്ദരിമാരാൽ ഇങ്ങനെ ഉച്ചൈഹി ആശങ്കിതഃ അത്യധികം ശങ്കിക്കപ്പെട്ടവനായ അവിടുന്ന് ഗുരുവായൂരപ്പ അവിടുന്ന് അങ്ങനെയുള്ള അവിടുന്ന് മരുത്പുരനാഥ ഗുരുവായൂരപ്പ പായാഹ എന്നെ രക്ഷിക്കണേ. അപ്പോൾ ഇവിടെ തലേദിവസം അക്രൂരനോട് സംസാരിച്ച് രാത്രി കഴിച്ചുകൂട്ടിയ കൃഷ്ണൻ അന്ന് ഗോപികമാരുടെ വീട്ടിലൊന്നും പോയില്ല. അപ്പോൾ ഗോപികമാർക്ക് സംശയമായി, ഈ കൃഷ്ണൻ എവിടെ പോയി? ചന്ദ്രയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുമോ? അതാവില്ല. അപ്പം ചന്ദ്രഭഗയുടെ ഗൃഹത്തിലുണ്ടാകും. ഇനിയിപ്പോൾ രാധയുടെ ഗൃഹത്തിലാണോ? മിത്രവിന്ദയുടെ ഗൃഹത്തിലാവും. അപ്പോൾ കിമു വിളംബതേ എന്താ ഇത്ര താമസിക്കണത്? ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, അങ്ങനെ രാത്രി മുഴുവൻ ഗോപികമാരാൽ ഇങ്ങനെയൊക്കെ സംശയിക്കപ്പെട്ട ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 72ാമത്തെ ദശകം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.